ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സമഗ്രയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. പ്രവർത്തനം 1, ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണ്? ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ചിത്രമാണ് അല്ലേ, ഇന്ത്യൻ മാപ്പിൻ്റെ ചിത്രമാണ്. ചുവരിൽ തൂക്കിയിട്ട ഈ ഭൂപടത്തിലെ ദിശ എങ്ങനെ കണ്ടെത്താം എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ മുകൾ ഭാഗം ഏതാണ്, ചുവട് ഭാഗം ഏതാണ്, വലതുഭാഗം ഏതാണ്, ഇടതുഭാഗം ഏതാണ്, ഇത് 4 നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഇവിടെ ആൻസറും തന്നിട്ടുണ്ട്. ഏതാണ്? മുകൾ ഭാഗം എന്ന് പറയുന്നത് വടക്കു ദിശയാണ്, ചുവട് ഭാഗം എന്ന് പറയുന്നത് തെക്കു ദിശയാണ്, വലതുഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ്, ഇടതുഭാഗം എന്ന് പറയുന്നത് കിഴക്കു ദിശയാണ്. അപ്പോൾ എങ്ങനെയാണത് മനസ്സിലാകുന്നത്? ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കു ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം. ഭൂപടത്തിൻ്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്കു ദിശയെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ബി, ദിശ അറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ പേര് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതാണ്? വടക്ക് നോക്കി യന്ത്രമാണ്. ഓക്കെ, ഏതാണ്? വടക്ക് നോക്കി യന്ത്രമാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് തന്നിട്ടുള്ളത്. 1, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അടുത്തത് അവിടെ തന്നിട്ടില്ല, അത് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം. അത് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആണ്. അത് കഴിഞ്ഞ് വോട്ടെടുപ്പും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വിട്ടുപോയിട്ടുള്ളത്? ഒന്നാമത്തേത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ളതും അവസാനത്തെ വോട്ടെടുപ്പ് എന്നുള്ളതും, ഇത് രണ്ടുമാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും അവിടെ പൂരിപ്പിച്ചു കൊടുക്കുക. ബി, തിരഞ്ഞെടുപ്പിൻ്റെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഏതൊക്കെയാണ് 3 ഒരുപാട് ധർമ്മങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 1, ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇങ്ങനെ 5 പോയിന്റ് തന്നിട്ടുണ്ട്. ഇവിടെ 3 ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. ഈ ചിത്രവും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചോദ്യം, മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ് ചക്രങ്ങളുടെ വരവോടെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? 1, സഞ്ചാരം വേഗത്തിലാക്കി, അതുപോലെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു, അധ്വാന ഭാരം കുറഞ്ഞു, കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇതൊക്കെ ചക്രത്തിൻ്റെ വരവോടുകൂടി ഉണ്ടായ പ്രധാന മാറ്റങ്ങളാണ്. ബി, ഇന്ന് നാം ഉപയോഗിക്കുന്ന 3 പ്രധാന ഗതാഗത മാർഗങ്ങളും അവയ്ക്കുള്ള ഓരോ ഉദാഹരണങ്ങളും ചേർത്ത് പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? 1, കരഗതാഗതം, മറ്റൊന്ന് ജലഗതാഗതം, മറ്റൊന്ന് വ്യോമഗതാഗതം. അപ്പോൾ കരഗതാഗതം എന്ന് പറഞ്ഞാൽ റോഡ് ഗതാഗതമാണ്. ജലഗതാഗതം എന്ന് പറഞ്ഞാൽ ജലഗതാഗതവും അതിൻ്റെ കൂടെ സമുദ്ര ഗതാഗതവുമാണുള്ളത്. പിന്നെ വ്യോമഗതാഗതത്തിൽ ദേശീയ വ്യോമ ഗതാഗതം. ഇനി ഇതിലെ സി ചോദ്യം, ലോകത്തെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി. ഏതാണ്? ഇന്ത്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. 4ാമത്തെ പ്രവർത്തനമാണ് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. ഇവിടെ തന്നിട്ടുള്ളത് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ്? ജനാധിപത്യ സംവിധാനത്തിൽ ഡേഷ് പരമമായ അധികാരം എന്ന് തന്നിട്ടുണ്ട്. അവിടെ എന്താണ് വിട്ടുപോയത് എന്ന് പൂരിപ്പിക്കണം. അതുപോലെ തന്നെ ഓരോന്നും നമ്മൾ അങ്ങനെ വിട്ടുപോയത് ഏത് വാക്കാണോ അതാണ് നമ്മൾ എഴുതി ചേർക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത്, ജനാധിപത്യ സംവിധാനത്തിൽ ഡേഷ് പരമമായ അധികാരം. എന്താണ്? ജനങ്ങൾക്കാണ് പരമമായ അധികാരം എന്നുള്ളതാണ്. ഇനി അടുത്തത്, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും ഡാഷ് ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. അവിടെ എന്താണ്? തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച എന്നുള്ളതാണ്. 3ാമത്തേത്, സ്വതന്ത്രവും നീതിപൂർവകവുമായ ഡാഷ്. അവിടെ എന്താണ്? തിരഞ്ഞെടുപ്പ്. അടുത്തത്, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ. അവിടെ എന്താണ്? സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ഓക്കെ, പ്രതിപക്ഷം. അവസാനത്തേത് കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5 വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ, ഇത് ഏതൊക്കെയാണെന്ന് നമ്മൾ ആ പാഠഭാഗത്ത് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലെ ചോദ്യം, ആദിമ മനുഷ്യർ ആശയങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ മാർഗങ്ങളാണ്? എന്തൊക്കെയാണ്? ശരീരമുഖ ചലനങ്ങൾ, തീയും പുകയും, ചിഹ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു ആദിമ മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെ ബി ചോദ്യം, സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, സംസ്കൃതം, ചൈനീസ്. ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? ക്യൂണിഫോം ആണ്. സി ചോദ്യം, ആധുനിക കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ മാർഗങ്ങളാണ്? നമ്മൾ ഫോൺ ഉപയോഗിക്കാറുണ്ട്, കത്ത്, ടെലിവിഷൻ, ഓൺലൈൻ സംവിധാനങ്ങൾ, പത്രങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6 ചിത്രം നിരീക്ഷിച്ച് ചുവടെ ചേർക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇന്ത്യയുടെ മാപ്പാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ഏതാണ്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് അല്ലേ, ബംഗാൾ ഉൾക്കടലാണ്. ഇനി അടുത്തത്, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടലാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് മാഹിയാണ്. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ അറബിക്കടൽ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽ രാജ്യം ശ്രീലങ്ക, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം മാഹി. ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ പ്രവർത്തനമാണ്. കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രൂപരേഖ നിരീക്ഷിച്ചുവല്ലോ. അതാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഇനി തന്നിരിക്കുന്ന സൂചികകൾ ഭൂപടത്തിലെ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ സൂചികകളും എഴുതണം. ഒന്നാമത്തേത് എന്താണ്? ജില്ലാ അതിർത്തിയാണ്. രണ്ടാമത് തന്നിട്ടുള്ളത് പഞ്ചായത്ത് അതിർത്തിയാണ്. മൂന്നാമത്തേത് റെയിൽപാതയാണ്. നാലാമത്തേത് നദിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എന്താണെന്ന് നിങ്ങൾ എഴുതി കൊടുക്കുക. നമ്മൾ ഓരോന്നും എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിലെ ബി ചോദ്യം, ഭാരതപ്പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം എന്താണ്? റെയിൽപാതയാണല്ലേ. റെയിൽപാതയാണ് സമാന്തരമായിട്ട് കടന്നു പോകുന്ന പ്രധാന ഗതാഗത മാർഗം എന്ന് പറയുന്നത്. ഇനി ഇതിലെ സി ചോദ്യം, നിങ്ങളുടെ സ്വന്തം നാട്ടിലെ 2 ഭൂമിശാസ്ത്ര സവിശേഷതകൾ പട്ടികപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും 1-2 നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.